ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഇപ്പോൾ വിൻ്റർ സീസണാണല്ലോ. നമ്മുടെ കാര്യമല്ല കേട്ടോ, നമുക്കിപ്പോൾ മഴക്കാലം പോലെയാണ്. പക്ഷെ എന്നെ കാണുന്ന പുറത്തുള്ള കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ഒത്തിരി പേരെന്നെ കാണുന്നുണ്ട്, ഗൾഫിലൊക്കെ. അപ്പോൾ അവർക്ക് ഇത് ഉപകാരപ്രദമാവും, നമുക്ക് ഉപകാരമാവും. ഈ മഴ അങ്ങ് മാറി കഴിയുമ്പോൾ നമുക്ക് തണുപ്പാവും, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങും, കാലിലേക്ക് സ്കിന്ന് അങ്ങനെ പീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് വിൻ്റർ സീസണിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഈ വിൻ്റർ സീസണിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യണത് എന്താ, നമ്മൾ പിന്നെ കോൾഡ് ക്രീം ഉപയോഗിക്കുന്നു, വാസലിൻ ഉപയോഗിക്കുന്നു, അതുപോലെയുള്ള മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ചില ഡ്രിങ്ക്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന കുറച്ച് വിൻ്റർ ഡ്രിങ്ക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് കോക്കനട്ട് വാട്ടറാണ്. അപ്പോൾ എന്നെ കാണുന്ന പുറത്തുള്ള എൻ്റെ വ്യൂവേഴ്സിന് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഒത്തിരി വൈറ്റമിൻസും മിനറലുമാണ്. എടുത്തു പറയാനാണെങ്കിൽ B2, B3, വൈറ്റമിൻ C എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലെ ആ ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിനും ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും എല്ലാത്തിനും കോക്കനട്ട് വാട്ടർ അത്യുത്തമമാണ് കേട്ടോ. അതാണ് എനിക്ക് ഫസ്റ്റ് തരാനുള്ളത്. പിന്നെ ഉലുവ നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട്. ഉലുവ ഇപ്പോൾ വിൻ്റർ സീസണിൽ മാത്രമല്ല, എപ്പോഴും കുടിക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ പറയണത്, പിന്നെ എടുത്ത് പറയണത് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ കിട്ടുന്നതിന്, ഈർപ്പം നിലനിർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായതാണ് ഞാനീ പറയണതൊക്കെ. അപ്പോൾ ഉലുവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉലുവ ഹൈഡ്രേഷൻ കൂടാതെ നമ്മുടെ പിന്നെ സ്കിന്നിലുള്ള വിഷാംശത്തെ പുറന്തള്ളുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും എല്ലാത്തിനും ഉലുവ വെള്ളം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ തലേന്ന് ഒരു കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ ഉലുവ ഇടുക. പിറ്റേന്ന് നമുക്ക് ആ വെള്ളം കുടിക്കുക. ഉലുവ കഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിന്. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഓക്സിജൻ ഫ്ലോ കൂടുന്നതിനും ബ്ലഡ് ഫ്ലോ കൂടുന്നതിനും എന്ന് വേണ്ട, സ്കിന്നിലുള്ള ആ ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിനും സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും ബീട്രൂട്ട് ജ്യൂസ് നല്ലതാണ്. ഒരു ചെറിയ ബീട്രൂട്ട് എടുത്ത് നമുക്കത് മിക്സിയിലടിച്ച് ജ്യൂസാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കാനുള്ളത്, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, കിഡ്നി സ്റ്റോൺ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ നമ്മളിത് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. അത് ഞാൻ എടുത്തു പറയുകയാണ്. പിന്നെ അടുത്തത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഗ്രീൻ ടീ അല്ലേ. ഗ്രീൻ ടീ എന്ന് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഫ്രീ റാഡിക്കൽസ് മൂലം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാമേജസ് മാറ്റുന്നതിനും ഗ്രീൻ ടീ അത്യുത്തമമാണ്. ഓക്കെ. അപ്പോൾ ഗ്രീൻ ടീ പറഞ്ഞേ. ഇനി ആൽമണ്ട് മിൽക്കാണ്. അപ്പോൾ ഈ ബദാം കൊണ്ട് നമുക്ക് പാലുണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇതേ വൈറ്റമിൻ ഇ ധാരാളം ഉണ്ട്. അപ്പോൾ സ്കിന്നിനും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിനും വേറെ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് ഏറ്റവും നല്ലതാണ് ആൽമണ്ട് മിൽക്ക് കേട്ടോ. അപ്പോൾ പിന്നെ നട്ട് അലർജി ഉള്ളവർ ഇത് ഒഴിവാക്കണം. ചിലവർക്ക് കപ്പലണ്ടി തിന്നാൻ അലർജി, അതുപോലെ നട്ട്സിന് അലർജി ഉള്ളവരുണ്ട്. 1000 ഒക്കെ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നണേ. പലരും എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങളിത് അവോയ്ഡ് ചെയ്തോളൂ. ഇതിപ്പോൾ നമ്മളൊരു 10 എണ്ണം എടുത്ത് ഒരു വെള്ളത്തിൽ കുതിർത്തിട്ട് അടുത്ത ദിവസം 1 കപ്പ് വെള്ളത്തിൽ ഇത് നന്നായിട്ട് പിന്നെ അടിച്ചെടുക്കുക മിക്സിയിലെ. എന്നിട്ട് അത് അരിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇതേ ഗുണങ്ങളാണ് സ്കിന്നിന് കിട്ടുന്നത്. ഓക്കെ. ഇതുപോലെ തന്നെ ഓട്സ് നമുക്ക് പാലുണ്ടാക്കി കുടിക്കാം. ഓട്സ് നമ്മൾ കഴിക്കുന്നവരൊക്കെ, അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് 2 സ്പൂൺ ഓട്സ് എടുത്ത് ഇതുപോലെ തന്നെ മിക്സിയിൽ അരച്ച് വെള്ളം ഒഴിച്ച് അരിച്ചെടുത്ത് പാല് പോലെ കുടിക്കുക. അതിനകത്ത് ടേസ്റ്റിന് നിങ്ങൾക്ക് തേനൊക്കെ ഒഴിക്കാം. അങ്ങനെ അതും നല്ലതാണ് കേട്ടോ. സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിന് വളരെ എഫക്റ്റീവാണ് ഓട്സ്. പിന്നെ അടുത്തത് ഇഞ്ചി കേട്ടോ. ഇഞ്ചി ചായ എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയണേ, ഹൈഡ്രേഷൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബ്ലഡിലെ വിഷാംശത്തെ ഒക്കെ ബ്ലഡ് ഫ്ലോ കൂട്ടും. അതോടൊപ്പം തന്നെ വിഷാംശം പുറന്തള്ളുന്നതിന് കേട്ടോ ഏറ്റവും ബെസ്റ്റാണ് ഇഞ്ചി. അപ്പോൾ നമ്മൾ വളരെ എളുപ്പമാണ്, ഇഞ്ചി എല്ലാം നമ്മുടെ വീട്ടിലുണ്ടല്ലേ.
അപ്പോൾ ഇഞ്ചി ഒരു കാലിഞ്ച് ഇഞ്ചി എടുത്ത് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതിനകത്തൊരു നുള്ളു ശർക്കര ഇടാം കേട്ടോ. ശർക്കര, പഞ്ചസാരയല്ല കേട്ടോ. അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങൾ തേൻ ഒഴിക്കാം, നമുക്കത് അരിച്ചെടുത്തിട്ട്. എന്നിട്ട് ഇത് അരിച്ചെടുത്ത് എല്ലാ ദിവസവും രാവിലെ നമുക്ക് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒത്തിരി ഗുണങ്ങൾ ഇത് നമ്മുടെ ശരീരത്തിന് തരുന്ന ഒന്നാണ് ഇഞ്ചിച്ചായ. ഓക്കെ, ഞാൻ ഒത്തിരി ഡ്രിങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാം കൂടെ പറയുന്നത്, അല്ലെങ്കിൽ ഓരോന്നാക്കി എനിക്ക് വീഡിയോ ഇടാം. പക്ഷേ ഞാനിതെല്ലാം കൂടെ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളെങ്കിൽ ഇതിൽ ഞാൻ പറയുന്നത് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ഏതാണ് നിങ്ങളുടെ ടേസ്റ്റിന് നിങ്ങൾക്ക് പിടിക്കുന്നത്, അതുണ്ടാക്കി ആ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാനാണ് ഞാൻ ഇത്രയും ഡ്രിങ്ക് പറയുന്നത്. ഇനിയുണ്ട് കേട്ടോ ലെമണും ഹണിയും കൂടെ. ലെമൺ ജ്യൂസിൽ നമുക്ക് ഹണി ഒഴിച്ച് കുടിക്കാം. ഇതും ബെസ്റ്റാണ്. നമ്മുടെ പറയണ്ടല്ലോ വൈറ്റമിൻ സി ആണല്ലോ. പിന്നെ ഹണി നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതും ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിന് നല്ലതാണ്. പിന്നെ നമുക്ക് അസിഡിറ്റി അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ വെറും വയറ്റിൽ ഇത് കുടിക്കണ്ട കേട്ടോ. അത് ഞാൻ എടുത്തു പറയുവാണേ. പിന്നെ അതുപോലെ തന്നെ സിനമൺ ടീ നല്ലതാണ് കേട്ടോ. സിനമൺ ടീ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അതിനകത്ത് ചായപ്പൊടിയൊന്നും ഇടണ്ട കേട്ടോ. ഒരു കഷ്ണം സിനമൻ്റെ മലയാളം പട്ട അല്ലേ, കറുവാപ്പട്ട സോറി കേട്ടോ. കറുവാപ്പട്ട ഒരു കഷ്ണം ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം നമുക്ക് അരിച്ചെടുത്തിട്ട് അതിലേക്ക് തേൻ ഒഴിച്ച് നമുക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതും സ്കിന്നിനുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, അതായത് വിഷാംശം പുറന്തള്ളുന്നതിനും സ്കിന്ന് ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിനും എല്ലാത്തിനും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലതാണ്. പിന്നെ ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഇത് കഴിക്കണ്ട കേട്ടോ. അത് ഞാൻ എടുത്തു പറയാം. അതുപോലെ തന്നെ ഈ പിന്നെ ടെർമറിക് മിൽക്കുണ്ട്. ടെർമറിക് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് അതിലേക്ക് നല്ല മഞ്ഞൾപ്പൊടി നിങ്ങൾ പൊടിച്ചതുണ്ടെങ്കിൽ അതിടുക. അല്ലെങ്കിൽ നമ്മുടെ പച്ചമഞ്ഞൾ ചതച്ചതിലിട്ട് അത് നമുക്ക് കുടിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. പക്ഷേ എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ട് സംബന്ധമായ അസുഖമായിട്ട് ബ്ലഡ് കട്ടയാവാതിരിക്കാനുള്ള മരുന്നൊക്കെ ആൻറ്റികോയാഗുലേഷൻ മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ, അവരൊന്നും ഇത് കഴിക്കണ്ട, അവർക്കിത് കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിൽ. പക്ഷേ അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് എന്നെ കാണുന്ന എൻ്റെ ഇന്ത്യക്ക് പുറത്തുള്ള വ്യൂവേഴ്സ് തീർച്ചയായിട്ടും ഇതിൽ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് അത് കഴിക്കുകയും അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസറും അതുപോലെ നിങ്ങൾ സ്കിന്നിൽ പുറത്ത് ഉപയോഗിക്കുന്നതും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തണുപ്പ് കാലം ഈസി ആയിട്ട് അങ്ങോട്ട് കടന്നു പോവാം കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചെന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.